Hello everyone, welcome to Wings Online. I am Nawaf. Today we are going to discuss about chapter 4 describing motion around us. Okay, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ പാട്ട് എടുത്തത് സുധേഷ് സാറാണ്. അപ്പോൾ അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, വെലോസിറ്റി, ആക്സിലറേഷൻ അപ്പോൾ എന്നീ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അതൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത്, ആ ചാപ്റ്ററിൽ ഇന്ന് പഠിക്കാനായിട്ട് പോണത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ, അതായത് ഒരു മോഷനെ എങ്ങനെ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഗ്രാഫായിട്ട് വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് എന്തിന്? നമ്മ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ടീച്ചർ പറയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, 10 സെക്കൻഡ് മൂവ് ചെയ്യുന്ന സമയത്ത് 10ാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി കൂടുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഉറപ്പായിട്ടും ഓരോ കുട്ടികൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. ഓക്കെ, കാരണം അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവല്ലാതെ പഠിക്കുമ്പോൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഷനെ ഗ്രാഫായിട്ട് മാറ്റുന്നത്. ഓക്കെ, മോഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ. മോഷന്റെ ഒരു വിഷ്വലൈസേഷൻ തരും. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി ബാക്കി കാര്യം എന്താണെന്ന് നോക്കുക. ഇറ്റ് ഹെൽപ്പ് us see how പൊസിഷൻ, വെലോസിറ്റി ഓർ ആക്സിലറേഷൻ ചേഞ്ചസ് വിത്ത് ടൈം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, അതായത് ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ് നമ്മളെ കാണിക്കുന്നത്? ഇറ്റ് ഹെൽപ്പ് us ഹൗ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ മൂന്ന് ആൾക്കാർ എങ്ങനെ സമയത്തിനനുസരിച്ച് ചേഞ്ചസ് വിത്ത് ടൈം എന്നാണ് പറയുക. അതായത് ഓരോ സമയത്തിലും എങ്ങനെ ഇവർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആര് കാണിച്ചു തരും? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ കാണിച്ചു തരും. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. ഓക്കെ, ഇനി അത് വരയ്ക്കുമ്പോൾ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, അതുകൂടി ലാസ്റ്റ് നമുക്ക് പഠിക്കാം. എന്താണ്? വി പ്ലോട്ട് ടൈം ഓൺ ദ എക്സ് ആക്സിസ്. നമ്മൾ എക്സ് ആക്സിൽ ആരായിരിക്കും എപ്പോഴും ഉണ്ടാവുക? ടൈം ആയിരിക്കും ഉണ്ടാവുക. കുഴപ്പമില്ലല്ലോ, എക്സ് ആക്സിൽ എപ്പോഴും ടൈം ആയിരിക്കും. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ്. ഒറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞൂടെ? ഇങ്ങനെയുള്ള ലൈൻ ആണെന്ന് പറയാ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാ. ഇങ്ങനെയുള്ളത് എന്തായിരിക്കും? വെർട്ടിക്കൽ ആയിരിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ ലൈനിൽ, അതായത് എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം ആയിരിക്കും. അതേപോലെ തന്നെ നോക്കിയേ, നമ്മുടെ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ, വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? പൊസിഷൻ, വെലോസിറ്റി. പൊസിഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കാം. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനും വിഷ്വലൈസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കണേ നോക്കിയാലോ. അപ്പൊ ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ? ഗ്രാഫ് വരയ്ക്കാൻ 4 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ഒന്ന് നോക്കിയേ, ചൂസ് സ്യൂട്ടബിൾ സ്കെയിൽ ഫോർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാൻ? സ്കെയിൽ കണ്ടുപിടിക്കാൻ. അപ്പൊ ആ സ്റ്റെപ്പ് ഒക്കെ ഞാൻ ഒരു എക്സാമ്പിളോടുകൂടി പറഞ്ഞു തന്നെയാണ്. ഇപ്പൊ തൽക്കാലം ചുമ്മാ നമുക്ക് പറഞ്ഞു പോവാ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? മാർക്ക് ദ വാല്യൂ എലോങ് ബോത്ത് ഫ്രം ദ ഒറിജിൻ. അതായത് സ്കെയിൽ എടുത്തതിന് ശേഷം ആ വാല്യൂസ് ഒക്കെ ഒറിജിൻ മുതൽ അങ്ങോട്ട് മാർക്ക് ചെയ്ത് അങ്ങോട്ട് തുടങ്ങുക. ഇനി പ്ലോട്ട് ഈച്ച് പോയിന്റ്, എല്ലാ പോയിന്റും പ്ലോട്ട് ചെയ്യാൻ, അതായത് വരയ്ക്കാനാണ് പറയുന്നത്, പോയിന്റ് ഇടാനാണ് പറയുന്നത്. എങ്ങനെയാണ് പോയിന്റ് ഇടുന്നത്? ബൈ ഫൈൻഡിങ് ദ ഇന്റർസെക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് എക്സ് വാല്യൂ ആൻഡ് വൈ വാല്യൂ. എക്സ് ആക്സിസ് വാല്യൂവും വൈ ആക്സിസ് വാല്യൂവിന്റെ ഇന്റർസെക്ഷൻ കൂട്ടിയിടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോയിന്റ് ഇടേണ്ടത്. ലാസ്റ്റ് എന്ത് ചെയ്യണം? ലാസ്റ്റ് ഇപ്പം ജോയിൻ ഓൾ ദ പോയിന്റ്സ് വിത്ത് എ സ്മൂത്ത് ലൈൻ കർവ്. എല്ലാ പോയിന്റ്സിലും എന്ത് ചെയ്യണം? ഒരു ലൈൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കർവ് വെച്ചിട്ടോ എന്ത് ചെയ്യണം? നമ്മ ജോയിൻ ചെയ്യണം. അപ്പൊ ഇതാണ് 4 സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് കേട്ടാ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലാന്ന് വിചാരിക്കുക, 4 സ്റ്റെപ്പ് ചുമ്മാ നോക്കി വെക്കാം. നമുക്കൊരു എക്സാമ്പിളോട് കൂടി പഠിക്കാം. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പോവാം. എന്താണ് നമ്മുടെ എക്സാമ്പിൾ? അപ്പൊ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ടൈം വന്നിട്ടുണ്ട്, ടൈമിൽ ഓരോ വാല്യൂസ് വന്നിട്ടുണ്ട്. ടൈമിൽ എക്സ് ആക്സിസിന്റെ വാല്യൂസ് ആണ് ഉണ്ടാവുക കേട്ടാ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ടൈം എപ്പോഴും എക്സ് ആക്സിസിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് ആയിട്ട് കൂട്ടാ നിങ്ങൾ. അപ്പൊ ഇത് എക്സ് ആക്സിസിന്റെ വാല്യൂസ് ആണ് 0, 1, 2, 3, 4, 5, 6. അതുപോലെ തന്നെ പൊസിഷൻ എപ്പോഴും ഏത് ആക്സിസ്? വെർട്ടിക്കൽ ആക്സിസ്, അതായത് വൈ ആക്സിസിലായിരിക്കും ഉണ്ടാവുക കേട്ടാ. അപ്പൊ ഇത് വൈ ആക്സിസ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ വൈ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഇവിടെ തന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വൈ ആക്സിസിന്റെ വാല്യൂ 0, 20, 40, 60, 80, 100, 120. കുഴപ്പമില്ലല്ലോ. അപ്പോ നമ്മന്ന് ഇവിടെ ഈ ഗ്രാഫ് വരയ്ക്കണ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കി. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്?
സ്യൂട്ടബിൾ സ്കെയിൽ ഫോർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സ്യൂട്ടബിൾ സ്കെയിൽ കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അതായത് മെയിൻ ആയിട്ട് നമ്മൾ സ്കെയിൽ എടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 0, 1, 2, 3, 4, 5, 6 ഇതൊക്കെ എക്സ് ആക്സിസിന്റെ വാല്യൂസ് ആണ്. അത് നമുക്ക് എവിടെ കൊള്ളിക്കാൻ പറ്റണോടാ മക്കളെ? ഇവിടെ എക്സ് ആക്സിസും കൊള്ളിക്കാനായിട്ട് പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ പൊസിഷന്റെ നോക്കി 0, 20, 40 അതൊക്കെ നമുക്ക് എവിടെയും കൊള്ളിക്കാൻ പറ്റണം? വൈ ആക്സിസും കൊള്ളിക്കാനായിട്ട് പറ്റണം. കുഴപ്പമില്ലല്ലോ? അപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ആദ്യം കാണിച്ചു തരാം. ഞാൻ എക്സ് ആക്സിസിന്റെ ഒരു സ്കെയിൽ എടുക്കുമ്പോൾ ആ സ്കെയിലിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ആ വാല്യൂസ് മൊത്തം ആ ഗ്രാഫിൽ എന്ത് ചെയ്യണം? കൊള്ളണം. ഓക്കെ, ആ ഗ്രാഫിൽ ഉൾപ്പെടുത്താൻ പറ്റണം. അതായത് 6 വരെയുള്ള നമ്പേഴ്സ് അവിടെ ഉൾപ്പെടുത്താൻ പറ്റലാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്കെയിൽ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഒരു സ്കെയിൽ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഈ ബോക്സ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ബോക്സിന്റെ ഗ്രാഫിൽ ഈ ഒരു ബോക്സിന്റെ നീളം എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് പറയാണ്? എക്സ് ആക്സിസില് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഞാൻ 1 ആയിട്ട് എടുക്കാണ്. എക്സ് ആക്സിസില് ഒരു ബോക്സ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിട്ട് എടുക്കാണ്? 1 ആയിട്ട് എടുക്കാണ്. അപ്പൊ നിലവിൽ ഇതാണ് എന്റെ ഗ്രാഫ് പേപ്പർ. തൽക്കാലം ഇതാണ് എന്റെ ഒറിജിൻ പോയിന്റ് എന്ന് വിചാരിക്കുക. 0 പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ഞാൻ എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ഗ്രാഫിൽ മെയിൻ ആയിട്ട് വേണ്ടതാണ് എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ, എക്സ് ആക്സിസ് വരയ്ക്കുന്നു. നെക്സ്റ്റ് വൈ ആക്സിസ് വരയ്ക്കുന്നു കേട്ടോ. ഇത് രണ്ടുമാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എക്സും വൈയും വരയ്ക്കുക. കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. എക്സ് ആക്സിസും വരച്ചു, വൈ ആക്സിസും വരച്ചു. ഇനി എക്സിലുള്ള സ്കെയിൽ ഞാൻ എടുത്തിട്ടുണ്ടായില്ല. എക്സിൽ എടുത്ത സ്കെയിൽ എന്താണ്? എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് ആക്സിസിൽ ഒരു പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, ഒറിജിനിൽ നിന്ന് എടുത്തു 1, ഒരു പെട്ടി കഴിഞ്ഞപ്പോൾ 1, അടുത്ത പെട്ടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി എന്ത് വരും? 2, അടുത്ത പെട്ടി ആയപ്പോൾ വീണ്ടും ഒന്നുകൂടി എത്ര വരും? 3, വീണ്ടും ഒന്നുകൂടി 4, 5, 6, 7, 8, 9. ഞാനത് പോയിരിക്കും. അതാണ് അവിടെ ഏരോ മാർക്ക് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ, അതായത് എക്സ് ആക്സിസിൽ ഞാൻ ഈ സ്കെയിൽ എടുക്കാനുള്ള കാരണം എന്താണ്? അതായത് എക്സ് ആക്സിസിലെ എല്ലാ വാല്യൂസിനെയും ഓൾമോസ്റ്റ് എല്ലാത്തിനെയും കൊള്ളിക്കാൻ പറ്റണം നമുക്ക് നിർബന്ധമൊന്നുമില്ല എപ്പോഴും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൊള്ളിക്കാനായിട്ട് പറ്റണം. അപ്പൊ നോക്കി, എല്ലാത്തിനും നമുക്ക് കൊള്ളിക്കാൻ പറ്റിയല്ലേ? കറക്റ്റ് ആയിട്ട് കൊള്ളിക്കാൻ പറ്റിയ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കറക്റ്റ് ആയിട്ട് ഈ സ്കെയിൽ എടുത്തത്. ഇനി വൈ ആക്സിസിൽ അപ്പൊ എന്ത് സ്കെയിൽ എടുക്കണ്ടേ? നിങ്ങൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തേ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ വൈ ആക്സിസിൽ എന്ത് സ്കെയിൽ ആയിരിക്കണേ? ഒന്ന് പറഞ്ഞേ, എന്ത് സ്കെയിൽ എടുക്കണം? അതായത് ഈ വാല്യൂസ് മൊത്തം അതുമ്മ കൊള്ളിക്കണം. ആ വാല്യൂസ് മൊത്തം അമ്മ കൊള്ളിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞേ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വൈ ആക്സിസിൽ വരണം? അതായത് ഈ ആക്സിസിൽ ഏതൊക്കെ വാല്യൂസ് വരണം? 0 വരണം, 20 വരണം, 40 വരണം, 60 വരണം, 80, 100, 120. അപ്പൊ നിങ്ങൾ എടുക്കേണ്ട സ്കെയിൽ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്കെയിൽ ഇതായിരിക്കും. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര ആക്കി എടുക്കാണ്? 20 മീറ്റർ ആക്കി എടുക്കാണ്. ഇവിടെ 1 സെക്കൻഡും ഇവിടെ 1 മീറ്ററും ആയിട്ട് എടുക്കാണ്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിൽ ഒരു പെട്ടി എത്രയാണ് എടുക്കുന്നത്? 20 മീറ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കി, ഇവിടെ എത്ര വരും? 20 അല്ലെ? ഒരു പെട്ടി കഴിഞ്ഞപ്പോൾ 20, അടുത്ത പെട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും 20 കൂടെ എത്ര വരും? 40. ഇവിടെ ഒരു പെട്ടി കഴിയുമ്പോൾ വീണ്ടും കൂടും എത്ര? 60. ഇവിടെ ഒരു പെട്ടി കഴിയുമ്പോൾ വീണ്ടും കൂടും 80, 100, 120. കുഴപ്പമില്ലല്ല. അപ്പൊ ഒരു ഗ്രാഫിൽ നമുക്ക് 2 സ്കെയിൽ എടുക്കാനായിട്ട് പറ്റും. എക്സ് ആക്സിസിലെ സ്കെയിലും വൈ ആക്സിസിലെ സ്കെയിലും എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ 2 സ്റ്റെപ്പ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞു. എന്താണ്? സ്കെയില് സെലക്ട് ചെയ്യലും വാല്യൂസ് ഒറിജിൻ മുതൽ എഴുതലും. അത് രണ്ടും നമ്മൾ എഴുതിയല്ലേ? വാല്യൂസ് ഒറിജിൻ മുതൽ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് ആക്സിൽ എഴുതി വെച്ചിട്ടുണ്ടാ. ഒരു കാര്യം എഴുതണം, ഇത് എക്സ് ആക്സിസ് ആണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങണല്ലോ. അപ്പൊ ഇത് എഴുതി വെച്ചു, ഇത് എക്സ് ആക്സിസ് ആണെന്ന് എഴുതി വെക്കണം. ഈ എക്സ് ആക്സിസിൽ ആരാ ഉണ്ടാവാ? ടൈം ആയിരിക്കും എപ്പോഴും ഉണ്ടാവാ. അതുപോലെ തന്നെ ഇത് വൈ ആക്സിസ് ആണെന്ന് എഴുതി വെക്കണം. കാരണം ഇങ്ങനെ കുത്തനെയുള്ള ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും എപ്പോഴും. വൈ ആക്സിസിലുള്ളത് ആരാണ് എപ്പോഴും ഉണ്ടാവാ? എപ്പോഴും അല്ല, പൊസിഷൻ ടൈം ഗ്രാഫിൽ ആരായിരിക്കും ഉണ്ടാവുക? പൊസിഷൻ ആയിരിക്കും വൈ ആക്സിസിൽ ഉണ്ടാവുക കേട്ടാ. എക്സ് ആക്സിസിലാണെങ്കിൽ എപ്പോഴും ടൈം തന്നെയായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കണേന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. എങ്ങനെയാ ഗ്രാഫ് വരയ്ക്കണേ? പ്ലോട്ട് ഈച്ച് പോയിന്റ്. എല്ലാ പോയിന്റിനെയും പ്ലോട്ട് ചെയ്യണം. എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്? ഫൈൻഡിങ് ദ ഇന്റർസെക്ഷൻ അല്ലെ? ഇന്റർസെക്ഷൻ, കൂട്ടിയിരിക്കുന്ന ഭാഗം. ആരൊക്കെ കൂട്ടിയിരിക്കുന്ന ഭാഗം? എക്സ് ആക്സിസിന്റെ വാല്യൂസും വൈ ആക്സിസിന്റെ വാല്യൂസും കൂട്ടിയിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോയിന്റിനെ
പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ആദ്യം ഞാൻ എക്സ് ആക്സിസിൽ 0 കൊടുക്കുന്നു, വൈ ആക്സിൽ 0 കൊടുക്കുന്നു. അതായത് ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 0 വരുന്നത് എവിടെയാണ്? ഞാനിപ്പോ തൽക്കാലം പോയിന്റിനെ ബ്ലൂ വെച്ച് മാർക്ക് ചെയ്യാണ്. എക്സ് ആക്സിസിൽ 0 വരുന്ന പോയിന്റ് ഏതാ? എക്സ് ആക്സിൽ ഇതല്ല. എക്സ് ആക്സിസിൽ 0 എവിടെയാ? ഇവിടെയാണ് 0. കുഴപ്പമില്ലല്ല. ഇനി വൈ ആക്സിസിൽ പോയിന്റ് എടുക്കുക. വൈ ആക്സിസിൽ പോയിന്റ് വരുന്നത് അതായത് പൊസിഷനിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അതായത് എക്സ് 0 വൈ 0 അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ എക്സിൽ 0 കൊടുത്തു, വൈക്ക് 0 കൊടുക്കുമ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അടുത്ത ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ ഫസ്റ്റ് അടുത്തുള്ള കൺഫ്യൂഷൻ ഇപ്പൊ മാറും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടാ. ഇവിടെ നോക്കി, ഇവിടെ എക്സ് ആക്സിലെ വാല്യൂ എത്രയാണ്? 1. വൈ ആക്സിലെ വാല്യൂ എത്രയാണ്? 20. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്ന് അറിയോ? അതായത് എക്സ് ആക്സിസിൽ 1 മാർക്ക് ചെയ്യണം, വൈ ആക്സിസിൽ 20 മാർക്ക് ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ലല്ല. എക്സിൽ 1ഉം വൈയില് 20 മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് സ്ഥലത്തുനിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ കൂട്ടിമുട്ടണ സ്ഥലത്തായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, രണ്ട് ലൈനും കൂട്ടിമുട്ടണ സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. 1ന്നൊരു ലൈൻ നേരെ വരയ്ക്കുക, 20ന്നൊരു ലൈൻ നേരെ വരയ്ക്കുക. അത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ രണ്ടും കൂട്ടിമുട്ടണ സ്ഥലം നോക്കിയേ, ഇവിടെയാണ്. രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം അവിടെയാണ്. അപ്പൊ അവിടെയാണ് എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. ഞാൻ ആ പോയിന്റ് അപ്പൊ അവിടെ മാർക്ക് ചെയ്യാണ്, ഇവിടെ കേട്ടാ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ ഇത് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പൊ ടിക്ക് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ നോക്കിയേ, 2ഉം 40. അപ്പൊ എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 40. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 40. അപ്പൊ എക്സ് ആക്സിസിൽ 2 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? വൈ ആക്സിസിൽ 40 എടുക്കണം. ഇത് രണ്ടും എന്ത് ചെയ്യുക? നേരെ വരയ്ക്കുക. എക്സ് ആക്സിൽ 2ഉം വൈ ആക്സിൽ 40ഉം നേരെ ഇങ്ങനെ വരയ്ക്കുക. അതെവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതേ സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. അത് കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ്? ഇവിടെയാണ്. നോക്കി വെച്ചോട്ട്. ആ കൂട്ടിമുട്ടുന്ന സ്ഥലം ഇവിടെയാണ്. അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യാണ്. കുഴപ്പമില്ലല്ല. സിമ്പിൾ അല്ലേ? അങ്ങനെ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് എക്സ് ആക്സിസിൽ ഒരു വാല്യൂ എടുക്കുക, വൈ ആക്സിസിൽ ഒരു വാല്യൂ എടുക്കുക. അതായത് അതേ വാല്യൂ തന്നെ എടുക്കണം കേട്ടോ. അതിന്റെ നേരെയുള്ള വാല്യൂ എടുക്കണം. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ എക്സിൽ 0 എടുത്തു. അപ്പൊ 0 കൂട്ടിമുട്ടുന്ന സ്ഥലം അത് തന്നെയാണ്. അപ്പൊ അവിടെയാണ് ആ പോയിന്റ് ഉണ്ടായത്. പിന്നെ 1 എടുത്തു, 20 എടുത്തു. അത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെ നേരെ വരയ്ക്കും ഇങ്ങനെ പോകും, ഇവിടെ നേരെ വരയ്ക്കും ഇങ്ങനെ പോകും. അപ്പൊ രണ്ട് കൂട്ടിമുട്ടുന്ന സ്ഥലം ഇതാണ്. അവിടെയാണ് എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് വരച്ചു? 240 വരച്ചു. ഇനി അടുത്ത് എന്ത് വരയ്ക്കണം? അതുപോലെ തന്നെ 360 വരയ്ക്കണം. അതായത് 3ന്ന് നേരെ ഒരു വര വരയ്ക്കുക, 60ന്ന് നേരെ ഒരു വര വരയ്ക്കുക. രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം ഇതാണ്. അവിടെയാണ് എന്തുണ്ടാവുക? ആ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ അവിടെയാണ് ആ പോയിന്റ് വരയ്ക്കേണ്ടത് കേട്ടാ. ഓക്കെ, ഇവിടെയാണ് ആ പോയിന്റ് വരാ 360. അപ്പൊ 360 വരച്ചു. ഇനി ആരാണുള്ളത്? 480 ഉണ്ട്. 480 എന്ന് പറയും 4ന്ന് ഒരു ലൈൻ നേരെ വരയ്ക്കുക, 80ന്ന് ഒരു ലൈൻ നേരെ വരയ്ക്കുക. കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ കൂട്ടിമുട്ടുന്ന സ്ഥലം ഇതാണ്. അവിടെ എന്ത് ചെയ്യുക? ആ പോയിന്റ് അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് ഇതുപോലെ തന്നെ 5, 6, 5, 100, അതുപോലെ 6, 120 വരയ്ക്കണം കേട്ടോ. അപ്പൊ 5, 100 വരയ്ക്കാണ്. ഇതാണ് 5, 100. പിന്നെ അതുപോലെ തന്നെ 6, 120. ഓക്കെ, ഇവിടെ ഈ ഗ്രേ ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. അപ്പൊ നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു നോക്കിയൊന്ന്. അതായത് ഓരോ പോയിന്റിനെയും പ്ലോട്ട് ചെയ്യണം. എങ്ങനെ? വൈ ആക്സിസിലെ വാല്യൂം എക്സ് ആക്സിസിലെ വാല്യൂം ഇന്റർസെക്ട് ചെയ്യണ സ്ഥലത്ത്. കുഴപ്പമില്ല, നമ്മൾ അത് പ്ലോട്ട് ചെയ്തു. ലാസ്റ്റത്തെ ഭയങ്കര സിമ്പിളാ. ജോയിൻ ഓൾ ദ പോയിന്റ്സ്. എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അപ്പൊ എല്ലാ പോയിന്റ്സും നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. കുഴപ്പമില്ലല്ല, എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് വരയ്ക്കുക. കുഴപ്പമില്ലല്ല. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ സ്കെയിലാണ്. സ്കെയിൽ കറക്റ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്കെയിൽ കറക്റ്റ് ആയിട്ട് എടുക്കുക. എക്സ് ആക്സിൽ ടൈം തന്നെ എപ്പോഴും എടുക്കുക. വൈ ആക്സിസിൽ ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും? പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. പൊസിഷനെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാ. പൊസിഷൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. കുഴപ്പമില്ലല്ല. അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാ. പൊസിഷൻ ഡയഗ്രാം. അപ്പോ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണേ എന്നൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ഗ്രാഫാണ്. ഫിസിക്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫാണ് പൊസിഷൻ ഡയഗ്രാഫ്. പൊസിഷൻ ഡയഗ്രാഫ് നിങ്ങൾ എന്താ പഠിപ്പിക്കാന്നറിയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
പൊസിഷൻ ഡയഗ്രാഫ് ഷോസ് ഹൗ ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സമയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സമയത്തുമ്മ എങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നു, അതിന്റെ പൊസിഷൻ എങ്ങനെയൊക്കെ സമയത്തിനനുസരിച്ച് മാറുന്നു എന്ന് കാണിക്കുന്ന ഒരു സാധനമാണ് ആര്? പൊസിഷൻ ഡയഗ്രാഫ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനുള്ള ഡിസ്പ്ലേസ് ഓക്കെ, നമുക്കൊരു ഒബ്ജക്റ്റിനുള്ള ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എന്ത് തന്നെ പറയാൻ പറ്റും? പൊസിഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും പൊസിഷനും ഒരേ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു ഒബ്ജക്റ്റിന് ഒരു സമയത്തിൽ എന്തോരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നൊക്കെ കാണിക്കണ ഒരാളാണ് ആര്? പൊസിഷൻ ഡയഗ്രാഫ് ട്ടാ. ഓക്കെ, ഇനി പൊസിഷൻ ഡയഗ്രാഫിൽ എക്സ് ആക്സിസിൽ ആരാണ്, വൈ ആക്സിസിൽ ആരാണ്? ജസ്റ്റ് ഒന്ന് നോക്കി. പൊസിഷൻ ഡയഗ്രാഫിൽ എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം തന്നെ ആയിരിക്കും, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് എക്സ് ആക്സിസിൽ എപ്പോഴും ആരായിരിക്കും? ടൈം തന്നെ ആയിരിക്കും. വൈ ആക്സിസിലാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ഡയഗ്രാഫിൽ വൈ ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? പൊസിഷൻ ആയിരിക്കും. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ള ഗ്രാഫ്, കുത്തനെയുള്ള ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടലി ഉള്ള ആക്സിസ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിനെ പറ്റി സ്പെഷ്യൽ ആയിട്ട് പഠിച്ചാൽ, അതായത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് വരച്ച ഗ്രാഫ് ആകുന്നത് അല്ലെ? ഈ ഗ്രാഫ് വരച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഷേപ്പ് കിട്ടിയല്ല, ഇൻക്ലൈൻഡ് ലൈൻ കിട്ടി. ആ ഷേപ്പിന് ഒരു അർത്ഥമുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഓരോരുത്തരും ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിലൊരു അർത്ഥം വരും. അപ്പൊ അതെന്താന്ന് നമുക്ക് പഠിക്കാം. കുറച്ച് ക്ലൂസ് ഇവിടെ ഉണ്ട്. അതായത് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഷേപ്പ് ഓഫ് ദ പൊസിഷൻ ഡയഗ്രാഫ്. അതായത് പൊസിഷൻ ഡയഗ്രാഫില് നമുക്ക് കിട്ടുന്ന ഷേപ്പ് അനുസരിച്ചുള്ള ഇൻഫർമേഷൻ എന്താണ്? അപ്പോ ഇവിടെ ഒരു ലൈൻ കാണുന്നുണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കാണുന്നുണ്ടാവും. ആ ലൈനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ലൈൻ കണ്ടാൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അതാണ് നമ്മോട് പഠിക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ചിന്തിക്കേണ്ടത് ഞാൻ ആലോചിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് ഒന്നാമത്തെ, അതായത് ഒബ്ജക്റ്റ് 0 എന്ന് പറയുന്ന ടൈമിൽ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? 40 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ടൈം കൂടി 1 ആയപ്പോഴും ഒബ്ജക്റ്റ് എവിടെ തന്നെയാണ് ഇരിക്കുന്നത്? 40 തന്നെയാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് 40ലാണ് ഇരിക്കുന്നത്? അതായത് ഇവിടെ നോക്കി, ഈ ലൈൻ കാണുന്നുണ്ടാ? ആ ലൈൻ വരച്ചിട്ടുണ്ടാവുക എങ്ങനെയാണ് ലൈൻ വരച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ കുത്ത് ഇട്ടിട്ട് അത് കൂട്ടിയായിരിക്കും വരച്ചിട്ടുണ്ടാവുക, ആണല്ലോ. നമ്മ എങ്ങനെ കുത്തിട്ടെ? രണ്ട് സ്ഥലവും കൂട്ടിമുട്ടണ സ്ഥലത്തല്ലേ കുത്തിട്ടെ? അപ്പൊ അതുപോലെയാണ് ഈ ലൈൻ ഉണ്ടാവുക. അപ്പോ ഇത് കൂട്ടിമുട്ടണ സ്ഥലം അതാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മ എന്ത് മനസ്സിലാക്കണം? രണ്ടാമത്തെ സെക്കൻഡിലും ആ ഒബ്ജക്റ്റിനുള്ള പൊസിഷൻ, ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലം 40 ആണ്. മൂന്നാമത്തെ സെക്കൻഡിലും സമയം മാറിയിട്ടും ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? 40ന്ന് അനങ്ങുന്നില്ല. 40 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് അനങ്ങണില്ല എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും. ഒബ്ജക്റ്റ് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. അപ്പൊ നിങ്ങ ഈ ഗ്രാഫിൽ നിന്ന്, അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കുറച്ച് ടിപ്സുകൾ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യം എന്താണ്? അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൽ മറക്കരുത്, പൊസിഷൻ ടൈം ഗ്രാഫില് ഇതുപോലെ എക്സ് ആക്സിസിന് അല്ലെങ്കിൽ ടൈം ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഷേപ്പ് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഒരു പാരലൽ ആയിട്ടുള്ള ലൈനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കുഴപ്പമില്ലല്ല. അപ്പൊ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, ഒന്നാമത്തെ ഇൻഫർമേഷൻ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനത്തെ ലൈൻസിനാണെന്ന് പറയാ പാരലൽ എന്ന് പറയാ. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് മീൻസ് ദ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ്. അതിന്റെ അർത്ഥം എന്താണ്? പൊസിഷൻ എന്ത് ചെയ്യണില്ല? നോട്ട് ചേഞ്ചിങ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. പൊസിഷൻ ചേഞ്ച് ആവണില്ല, ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണില്ല. അതിന്റെ അർത്ഥം ഒബ്ജക്റ്റ് എന്ത് തന്നെയാണ് മക്കളെ? റെസ്റ്റിലാണ്. സിമ്പിൾ ആണ്, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. പൊസിഷൻ ടൈം ഗ്രാഫിലെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ കണ്ട ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അത് മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും അവിടെ ആലോചിക്കാനില്ല കേട്ടാ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ വരച്ചപ്പോൾ അതേ ഗ്രാഫ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാന്ന്, അതേ സെയിം സാധനമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമുക്ക് നോക്കിയാലോ. അപ്പോ ഈ ഗ്രാഫില് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, ഒന്നാമത്തെ സെക്കൻഡില് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? 20ലാണ്. രണ്ടാമത്തെ സെക്കൻഡില് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? 40ലാണ്. മൂന്നാമത്തെ സെക്കൻഡിൽ ഇതെങ്ങനെയാ ഞാൻ നോക്കണേ?
എങ്ങനെയാ നോക്കണേ? ഇങ്ങനെയാണ് ട്ടോ നോക്കണേ. ആ പോയിന്റിൽ നമ്മൾ നേരത്തെ വരച്ചില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കണം ട്ടാ. അപ്പൊ മൂന്നാമത്തെ സെക്കൻഡില് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? 60-ലാണ് അല്ലെ? മൂന്നാമത്തെ സെക്കൻഡിൽ എവിടെയായിരിക്കുന്നത്? 60-ല്. നാലാമത്തേലാണെന്നുണ്ടെങ്കിലോ എവിടെയാണ്? 80-ലാണ്. അഞ്ചാമത്തേലാണെന്നുണ്ടെങ്കിൽ 100, ആറാമത്തേലാണ് 120 അല്ലെ? നേരത്തെ നമ്മൾ വരച്ച അതേ സെയിം ഗ്രാഫ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കണേ ഞാൻ. കുഴപ്പമില്ലല്ല. അപ്പൊ നേരത്തെ നമ്മൾ വരച്ച അതേപോലെ തന്നെയാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ സെക്കൻഡില് അത് നമ്മ എങ്ങനെയാ മനസ്സിലാക്കിയത്? കാരണം ഇതാണ് അതിന്റെ ലിമിറ്റ് അല്ലെ? ഇതാണ് അതിന്റെ ലിമിറ്റ്. ഇതാണ് അതിന്റെ ലിമിറ്റ്. അപ്പൊ ഇവിടെ നിന്ന് വരുമ്പോ അതിന്റെ ലിമിറ്റ് ഇവിടെയാണ്. കുഴപ്പമില്ലല്ല. ഇവിടെ നിന്ന് വരുമ്പോ അതിന്റെ ലിമിറ്റ് ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? 20, 1. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ആ ലൈൻ ആണ് അതിന്റെ ലിമിറ്റ്. അപ്പൊ ലൈൻ വരെ വരച്ചു. ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ അതിന്റെ ലിമിറ്റ് എവിടെയാണ്? ലൈൻ വരെ വരച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ 40 കിട്ടി. അങ്ങനെ ഇതുപോലെ ഈ ലൈൻ വരെ ലിമിറ്റ് വരയ്ക്കുക, ഇതുപോലെ ലൈൻ വരെ ലിമിറ്റ് വരയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? അങ്ങനെ എല്ലാം കിട്ടും ട്ടാ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ലൈൻ വരയ്ക്കാനും നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഗ്രാഫ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ചെരിഞ്ഞൊരു വര വന്നാൽ ഇതിന് എന്ത് കിട്ടും എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതെന്തായാലും റെസ്റ്റിലല്ല. കാരണം ഒന്നാമത്തെ സെക്കൻഡിൽ അത് 20-ലെത്തി, രണ്ടാമത്തെ സെക്കൻഡിൽ 40-ലെത്തി, മൂന്നാമത്തെ സെക്കൻഡിൽ എവിടത്താണ്? 60-ലെത്താണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായ എന്തായാലും എന്തല്ല? റെസ്റ്റിലല്ല, മോഷനിലാണ്. പിന്നെ ഈ ഗ്രാഫ് നമ്മളെ കാണിക്കേണ്ടത് എന്താണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമുണ്ട്. അതായത് അപ്പൊ ഞാൻ അധികം കഥ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമുണ്ട്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. നിങ്ങൾ ഈ ഒന്നാമത്തെ സെക്കൻഡ് വരെയുള്ള കാര്യം എടുക്കുക. ഒന്നാമത്തെ സെക്കൻഡ് വരെയുള്ള എടുക്കുക. ഒന്നാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് എന്തോരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി? 20 ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി. അപ്പോ ഞാൻ അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഒന്നാമത്തെ സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഒന്നാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാർന്ന്? 10 ആർന്നോ? അല്ല, 10 ആർന്നില്ല. എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 20 ആർന്നു ട്ടാ. ഇതേ കാണില്ലേ നിങ്ങൾ? ഈ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ സെക്കൻഡിൽ അത് ശരിക്കും എവിടെയാണ്? 20ാമത്തെ പൊസിഷനിലാണ്. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 20 ആണ്. അപ്പൊ 20, അവിടുത്തെ സമയം 1. അപ്പൊ 20/1 നിങ്ങൾക്ക് എന്ത് ഉത്തരം വരും? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എവിടത്തെ വെലോസിറ്റി. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടത്തെ വെലോസിറ്റി ട്ടാ. കുഴപ്പമില്ലല്ലോ. ഇനി ഞാനത് നീട്ടി 1 എന്നുള്ളത് 2 ആക്കി. ഇവിടെ 20 2 ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് 40 ആയിരിക്കും. അപ്പൊ ഞാൻ അവിടത്തെ കേസിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാ. അതായത് രണ്ടാമത്തെ കേസിലുള്ള വെലോസിറ്റി, അതായത് രണ്ടാമത്തെ സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് രണ്ടാമത്തെ സെക്കൻഡിലെ ഒബ്ജക്റ്റ് 40ാമത്തെ പൊസിഷനിലാണ്. അപ്പൊ അത് 40 എന്ന് എഴുതി വെച്ചു. അവിടെ 40ാമത്തെ പൊസിഷനിലാവാൻ അതിന്റെ അടുത്ത സമയം 2 ആണ്. ഇത് ചെയ്തു വരുമ്പോൾ ഉത്തരം എന്ത് വരും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 40/2 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ വരെയുള്ള വെലോസിറ്റിയും 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇവിടെ വരെയുള്ള എടുക്കുക, അതായത് മൂന്നാമത്തെ സെക്കൻഡ് വരെയുള്ള എടുക്കുക. അപ്പൊ മൂന്നാമത്തെ സെക്കൻഡ് വരെ എടുക്കുമ്പോൾ മൂന്നാമത്തെ സെക്കൻഡിലെ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? 60 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ സെക്കൻഡിൽ 60 എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഇരിക്കുന്നത്. 60 സെക്കൻഡ് എടുക്കുക. 60 ആവാൻ അതിന് എത്ര സമയം എടുത്തു? 3 മിനിറ്റ് 3 സെക്കൻഡ് സമയം എടുത്തു. അപ്പൊ 60/3 ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീണ്ടും എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 3 സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി എന്ത് തന്നെയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പൊസിഷൻ മാറുന്നുണ്ട്, അതുകൊണ്ട് അതെന്തല്ല? റെസ്റ്റിലല്ല. പൊസിഷൻ മാറുന്നുണ്ട്, അതുകൊണ്ട് എന്തല്ല മക്കളെ? റെസ്റ്റിലല്ല. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മനസ്സിലാവുന്ന കാര്യമുണ്ട്, എല്ലായിടത്തും വെലോസിറ്റി സെയിം ആണ്. എല്ലായിടത്തും വെലോസിറ്റി സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? അതിന്റെ വെലോസിറ്റി മാറുന്നില്ല. അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യണില്ല? മാറണില്ല. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ പറയുന്നത്, എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ്. ആർക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്? ടൈം ആക്സിസ്. അപ്പൊ ടൈം ആക്സിസിനായിട്ട് ചെരിഞ്ഞിരിക്കുന്ന ഒരു ലൈൻ, അത് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് മീൻസ് എന്താണ്? ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാറാത്ത വെലോസിറ്റി. വെലോസിറ്റി മാറാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മ ഈ ഗ്രാഫിൽ നിന്ന് ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ, അത് എപ്പോഴും ആലോചിക്കണം കേട്ടോ, എപ്പോഴും ആലോചിക്കണം. ഒരു പൊസിഷൻ ടൈം ഗ്രാഫില് വെലോസിറ്റിക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫില് ടൈം ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ എന്ത് ചിന്തിക്കണം? അതായത് ആ ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു വാക്കോടെ പറയും യൂണിഫോം മോഷൻ. എന്താ പറയാ?
യൂണിഫോം മോഷൻ എന്നാണ് പറയും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് പഠിച്ച്? പാരലൽ ആയിട്ട് ഒരു ലൈൻ കണ്ട, ഇങ്ങനെ ഒരു ലൈൻ കണ്ട ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെ ഒരു ലൈൻ കണ്ട ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു അല്ലെ? മൂന്നാമത്തെ നോക്കാം. എന്താണ് മൂന്നാമത്തെ? നിങ്ങൾ നേരത്തെ പഠിച്ചു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വെലോസിറ്റി സെയിം ആണ്, കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇവിടെ വെലോസിറ്റി സെയിം ആയിരിക്കോ? നേരെ അല്ലേ വരാ. നിങ്ങൾക്ക് വെലോസിറ്റി ചെക്ക് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് വെലോസിറ്റി എന്തല്ല? സെയിം അല്ല. ഉറപ്പായിട്ട് വെലോസിറ്റി സെയിം അല്ലല്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ആദ്യത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി അല്ല അത് എവിടേക്ക് വന്നിട്ടുണ്ടാവുക? ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ വെലോസിറ്റി ഓരോ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പൊ വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇതിനെ പറയാ? എന്താ പറയാ? വെലോസിറ്റി ചേഞ്ച് ചെയ്ത ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ പറയാ? ചേഞ്ച് ഇൻ വെലോസിറ്റിനെ, വെലോസിറ്റി മാറുന്നതിനെ ആക്സിലറേഷൻ എന്നാണ് പറയാം. വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റത്തിന് എന്താ പറയാ? ആക്സിലറേഷൻ എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ഈ കർവ്ഡ് ലൈനിൽ എപ്പോഴും വെലോസിറ്റി എന്ത് ചെയ്തിരിക്കും? ചേഞ്ച് ചെയ്തിരിക്കും. വെലോസിറ്റി ചേഞ്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാനെ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നാനെ. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് എങ്ങനെ വന്നിക്കുന്നത്? കർവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു പൊസിഷൻ ടൈം ഗ്രാഫില് കർവ്ഡ് ലൈൻ കണ്ടാൽ നിങ്ങൾ അവിടെ എന്ത് മനസ്സിലാക്കണം? വെലോസിറ്റി ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. വെലോസിറ്റി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ആരുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ആരുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. മൂന്നാമത്തതാണ്, അതായത് കർവ്ഡ് ലൈൻ ആണ്, കർവ്ഡ് ഷേപ്പ് ആണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്ത് അവിടെ ആരുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. A curved line means the velocity is changing. Curved line എന്താ കാണിക്കുന്നത്? വെലോസിറ്റി ചേഞ്ച് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ആവുമ്പോ so the object is accelerated. കുഴപ്പമില്ലല്ലോ, വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫില് 3 ടൈപ്പ് ഓഫ് ഷേപ്പ് പഠിച്ചു: പാരലല്, ഇൻക്ലൈൻഡ്, കർവ്ഡ്. ഇനി പൊസിഷൻ ടൈം ഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതായത് നമ്മുടെ ബുക്കിലൊക്കെ പറയണ കാര്യം, പൊസിഷൻ ടൈം ഗ്രാഫില് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ട്ടാ, പൊസിഷൻ ടൈം ഗ്രാഫില് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അവർ പറയുന്നത് നമുക്ക് വെലോസിറ്റി കിട്ടും എന്നാണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തീരുമാനിക്കാം. ഓക്കെ, നമ്മുടെ ബുക്കിലൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫില് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, അതായത് ഈ ഷേപ്പിന്റെ ചെരിവ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതായിരിക്കും അതിന്റെ വെലോസിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്സിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കണം. അറിയണവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ x2 y2 എന്തൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പേടിക്കൊന്നും വേണ്ട. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള നിലവിൽ ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ നിലവില് നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണ്, എ ബി. അപ്പൊ അങ്ങനെ 2 പോയിന്റ് എടുത്തു. അപ്പൊ ആ പോയിന്റിന്റെ മാർക്കിങ് ഞാൻ എഴുതാം ട്ടാ. ആ പോയിന്റിന്റെ എക്സ് വാല്യൂ എത്രയാ? 2. അതുപോലെ തന്നെ ആ പോയിന്റിന്റെ y വാല്യൂ എത്രയാ? 40. ഇത് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ആണ് ട്ടാ. ഇനി അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഒന്ന് പറഞ്ഞേ. ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എങ്ങനെയാ വരാ? എക്സ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. കുഴപ്പമില്ല, നമ്മൾ നേരത്തെ അവിടെ എഴുതിയില്ല. അതുപോലെ തന്നെ y വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എ ആണ് എന്ത്? x1 y1. ഇത് എക്സ് വാല്യൂ അല്ലേ, അതുകൊണ്ടാണ് x1 ആയത്. ഇത് y വാല്യൂ അല്ലേ, അതുകൊണ്ടാണ് എന്തായത്? y1 ആയത്. ഇത് രണ്ടാമത്തെ എക്സ് വാല്യൂ ആണ്, അപ്പൊ x2. ഇത് രണ്ടാമത്തെ y വാല്യൂ ആണ്, സോ y2. ഇതാണ് x1 y1 x2 y2. കുഴപ്പമില്ലല്ലോ. ഈ സാധനം എടുത്ത് എവിടെ കൊണ്ട് കൊടുക്കുക? ഇവിടെ കൊണ്ട് കൊടുക്കുക. പക്ഷെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടത്തെ നോക്കി, ഇവിടത്തെ x2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെടുക്കാം? T2നെ എടുക്കാം അല്ലെ? 4 ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നത് ക്ലിയർ ആവുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നോക്കി, 4 ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, T2. 2 ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, T1. അതുപോലെ തന്നെ 80 നമ്മൾ വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, S2. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, S1. കുഴപ്പമില്ലല്ലോ. അപ്പോ S1 S2 T1 T2. കുഴപ്പമില്ലല്ലോ. അപ്പൊ ദേ അവിടെയാണ് കൊടുക്കാൻ പോവാണ്. എന്ത്? S1 മൈനസ് S2 ഡിവൈഡ് ബൈ T1 മൈനസ് T2 എന്ന് വരും. T2 മൈനസ് T1 എന്ന് വരും.
തൽക്കാലം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താ 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 ഇവിടുത്തെ അല്ലെ? ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടുക? ജസ്റ്റ് നോക്കി, അതായത് ഇത്രയും ഭാഗത്തിൽ നിന്ന് ഇത്രയും ഭാഗം കുറച്ചാൽ, അതായത് ഇത്രയും ഭാഗത്തിൽ നിന്ന് ഇത്രയും ഭാഗം കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഭാഗം കിട്ടും അല്ലെ? അത്രയും ഭാഗത്തിന് അത്രയും ഭാഗം കുറച്ചാൽ ആ ഭാഗം കിട്ടും. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ഈ ഭാഗം അല്ലേ കിട്ടുക? ഈ ഷെയ്ഡ് ചെയ്തേക്കണ ഭാഗം അല്ലേ കിട്ടുക? അതല്ലേ അവിടെ എഴുതിയേക്കുന്നത് y2 മൈനസ് y1 എന്ന്. അതായത് y2 ഇതാണ് y2, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? y1 കുറയ്ക്കണം. അപ്പൊ y2 എന്ന് y1 കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പോർഷൻ ആയിരിക്കും കിട്ടണ്ടാവുക. അതേപോലെ തന്നെയാണ് T2 മൈനസ് T1. അതായത് ഇതാണ് T2, T2 എന്ന് എന്ത് കുറക്കണം? T1 കുറയ്ക്കണം. അതായത് ഇത്രയും പോകുന്ന T2 ന്ന് ഈ T1 ഇത്രയും പോകുന്ന T2 ന്ന് എന്ത് കുറയ്ക്കണം? ഈ T1 കുറയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പോർഷൻ കിട്ടും. ആണല്ലോ? ആണോ അല്ലയോ? ആണ്. ആണോ? അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പൊസിഷൻ ആണ് കിട്ടുക അല്ലെ? അവിടെ ഒരു പൊസിഷൻ ആണ് കിട്ടുക. അതായത് പൊസിഷൻ ഞാൻ എന്ത് പറഞ്ഞു? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെ നിന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ കിട്ടിയേ? 40 ന്ന് 80 ആയി. അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 40 ആണ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 40 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സമയം എത്രയാണ്? 2 ന്ന് 4. അവിടുത്തെ സമയം എത്രയാണ്? 2 ആണ്. അപ്പോ നിങ്ങൾക്ക് അവിടെ കിട്ടാ ശരിക്കും പറഞ്ഞാൽ എന്താ കിട്ടാ? ജസ്റ്റ് നോക്കി എന്താ കിട്ടാ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും ശരിക്കും പറഞ്ഞാൽ? y2 മൈനസ് y1. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏരിയ ആണ് കിട്ടുക. ആ ഏരിയ തൽക്കാലം ഞാൻ എന്ത് പറയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാണ്. ആ ഏരിയ 40 ആണ്, ശരിയാണ്, 40 ആണ്. പക്ഷെ ഞാൻ തൽക്കാലം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് ബിയിലോട്ട് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടിയിലുള്ളത് ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ് പറയാ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ സ്ലോപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം കിട്ടിയല്ലേ? ഇതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ തന്നെ ഇതാണ് അവിടുത്തെ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും എന്നാണല്ലേ പറഞ്ഞേ? അത് തന്നെയാണ് എന്ത് അവിടുത്തെ? അത് തന്നെയാണ് എന്ത്? വെലോസിറ്റി. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോ. അപ്പൊ ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കും എക്സാമിന്? അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് എയും ബിയും ഒക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയും അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഇക്വേഷൻ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഞാൻ ഈ വാല്യൂസ് എടുത്ത പോലെ തന്നെ നിങ്ങൾ വാല്യൂസ് എടുത്തിട്ട് അത് ചെയ്യാം. അപ്പൊ തൽക്കാലം നിങ്ങൾ നോക്കിയേ. അപ്പൊ ഈ പോയിന്റില് y2 മൈനസ് y1, അതായത് ഇതാണ് y2 അല്ലെ? y2യിൽ നിന്ന് y1 കുറച്ചാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടൂലേ? അതുപോലെ തന്നെ x2 എന്ന് പറഞ്ഞാൽ 4 ആണ്. x2 ന്ന് x1 കുറച്ചാൽ, അതായത് ഈ പോയിന്റ് കുറച്ചാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടൂലേ? ഇത് രണ്ടും, അതായത് ഇത് ഡിസ്പ്ലേസ്മെന്റും ഇത് ടൈമും ആണ്. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി. അപ്പൊ അതാണ് അവരെന്ത് പറയുന്നത്? The slope of a straight line on a position diagram. അതായത് പൊസിഷൻ ഡയഗ്രാഫിലുള്ള സ്ലോപ്പ് നമുക്ക് എന്താണ് തരാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ്റെ പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? എന്താണ് പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുക? പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നിന്ന് പ്രോബ്ലം ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് അതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ആരാണ് ആക്ച്വലി സ്ലോപ്പിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം സ്ലോപ്പ് കണ്ടുപിടിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? വെലോസിറ്റി കിട്ടുക. ഏത് ഗ്രാഫില്? പൊസിഷൻ ഡയഗ്രാഫിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? വെലോസിറ്റി കിട്ടുക. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് പുതിയ ഗ്രാഫിലോട്ട് കിടക്കാം. വെലോസിറ്റി ഡയഗ്രാഫ്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പഠിച്ചത് പൊസിഷൻ ഡയഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പുതിയ ഗ്രാഫാണ്, വെലോസിറ്റി ഡയഗ്രാഫ്. അപ്പൊ വെലോസിറ്റി ഡയഗ്രാഫിന്റെ ഉപകാരം എന്താ? വെലോസിറ്റി ഡയഗ്രാഫ് ഷോസ് ഹൗ ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആ സമയത്തിന് എന്തോരം ചേഞ്ച് ചെയ്യുന്നു, സമയത്തിനനുസരിച്ച് എന്തോരം ചേഞ്ച് ചെയ്യുന്നു പഠിപ്പിക്കുന്നതാണ് ആര്? വെലോസിറ്റി ഡയഗ്രാഫ്. വെലോസിറ്റി ഡയഗ്രാഫിലെ എക്സ് ആക്സിസിൽ ആരായിരിക്കും? ടൈം ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് ആക്സിൽ ടൈം ആയിരിക്കും, വൈ ആക്സിൽ ആരായിരിക്കും? വെലോസിറ്റി ആയിരിക്കും കേട്ടോ. അപ്പൊ നേരത്തെ അവിടെ എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ പൊസിഷനും, ഇവിടെ എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ വെലോസിറ്റിയും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം.
പിന്നെ വേറെ കുറച്ച് ഷേപ്പിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കിയാലോ. അപ്പോ ഫസ്റ്റ് നേരത്തെ പഠിച്ച പോലെ തന്നെ പാരലൽ ആയിട്ട് ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ അവിടെ പൊസിഷൻ മാറുന്നില്ല എന്നായിരുന്നു. പക്ഷെ ഇവിടെ നോക്കി ഇവിടെ പൊസിഷൻ ആണോ കിടക്കണേ? അല്ല, വെലോസിറ്റി ആണ് കിടക്കണത്. അപ്പൊ 0th സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 20 അല്ലെ? 0th സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 20. 1ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 20. 2ാമത്തെ സെക്കൻഡിൽ എത്രയാണ്? 20. 3ാമത്തേൽ എത്രയാണ്? 20. 4ാമത്തേൽ എത്രയാണ്? 20. അപ്പൊ വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ എന്തായിരിക്കും? യൂണിഫോം മോഷൻ ആയിരിക്കും. എന്തായിരിക്കും? യൂണിഫോം മോഷൻ ആയിരിക്കും. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, വെലോസിറ്റി ടൈം ഗ്രാഫില് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ടൈം ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മാറുന്നില്ല. ഒബ്ജക്റ്റീവ് വെലോസിറ്റി മാറുന്നില്ല. എന്തായിരിക്കും? യൂണിഫോം മോഷൻ ആയിരിക്കും. ദേ എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? മീൻസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്താലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. വെലോസിറ്റി എന്ത് ചെയ്യണില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ആരില്ല? ആക്സിലറേഷൻ ഇല്ല. ഇതാണ് ഫസ്റ്റ്. അപ്പൊ വെലോസിറ്റി ഡയഗ്രാഫിൽ ഷേപ്പിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് കാര്യം ഇതാണ്. അതായത് വെലോസിറ്റി ഡയഗ്രാഫില് ഷേപ്പില് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വെലോസിറ്റി സെയിം ആയിരിക്കും. മറ്റേതിലാണെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. അപ്പൊ രണ്ട് ഗ്രാഫും രണ്ട് തരത്തിലാണ്. പഠിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കാൻ, മാറിപ്പോവരുത് കേട്ടാ. രണ്ടും എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷെ കിട്ടുന്ന സാധനങ്ങൾ വേറെ വേറെ ആയിരിക്കും. അതെങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കാം. നേരത്തെ നമുക്ക് ഇതുപോലെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഗ്രാഫിൽ ഇൻക്ലൈൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഓൾറെഡി വെലോസിറ്റിയുടെ വാല്യൂസ് ആണ് ഈ എഴുതി തന്നിട്ടുണ്ട്. വെലോസിറ്റി 2.5 ആണ്, വെലോസിറ്റി 5 ആണ്, വെലോസിറ്റി 7.5 ആണ്. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വെലോസിറ്റി ആയിരിക്കില്ല കിട്ടാൻ പോണത്, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ അല്ലെ? അപ്പൊ ജസ്റ്റ് നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗ്രാഫ് ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ 5ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിനുണ്ടായ വെലോസിറ്റി എത്രയാണ്? 5ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിനുണ്ടായ വെലോസിറ്റി 2.5 ആണ്. പിന്നെ 10ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിനുണ്ടായ വെലോസിറ്റി 5.0 ആണ്. അതുപോലെ തന്നെ 15 ആണെന്നുണ്ടെങ്കിൽ 7.5. അപ്പൊ വെലോസിറ്റി മാറി മാറി പോവാണ്. അതിന്റെ അർത്ഥം വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. പക്ഷെ അവിടെ എന്തോ ഉണ്ട്, നമുക്ക് പഠിക്കാൻ അവിടെ എന്തോ ഉണ്ട്. എന്താണ് പഠിക്കാനുള്ളത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇവിടത്തെ വെലോസിറ്റി എത്ര മാറി? 0ത്തിൽ നിന്ന് വെലോസിറ്റി എത്ര മാറി? 2.5 വെലോസിറ്റി മാറി അല്ലെ? 0ന്ന് എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്തു? 2.5 വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ഇവിടെ വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്തു? ഈ ഓട്ടയിൽ എത്ര ചേഞ്ച് ചെയ്തു? 2.5 ചേഞ്ച് ചെയ്തു. ഇവര് തമ്മിൽ എത്ര ചേഞ്ച് ചെയ്തു? 2.5 ചേഞ്ച് ചെയ്തു. ഇവര് തമ്മിൽ എത്ര ചേഞ്ച് ചെയ്തു? 2.5 ചേഞ്ച് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? 2.5 ചേഞ്ച് ചെയ്തു. അപ്പൊ ഓരോ 5 സെക്കൻഡിലും കേൾക്കണ്ടാന്നിരിക്കണം. ഓരോ 5 സെക്കൻഡിലും ഓരോ ടൈമിലും ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് ഈക്വൽ എന്താണ് പറയാ? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലെ? 5 5 5 ഇതാണ് ഓരോ ടൈം ഇന്റർവെൽ. അപ്പൊ ഓരോ ടൈം ഇന്റർവെൽ എന്താണ്? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിഫോം ആക്സിലറേഷൻ. എന്താ പറയാൻ പറ്റുക? യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെന്ന് പറയും, ആക്സിലറേഷൻ എന്ന് പറയും. അത് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയോടാ മക്കളെ? ഈക്വൽ ഇന്റർവെല്ലിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും യൂണിഫോം ആക്സിലറേഷൻ എന്നാണ് പറയാ. അപ്പൊ ഗ്രാഫിൽ നിന്ന്, അതായത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ്? അതായത് ഇങ്ങനൊരു ഷേപ്പ് എവിടെ കണ്ടാൽ വെലോസിറ്റി ഡയഗ്രാഫിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടൊരു ഷേപ്പ് കണ്ടാൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ട കാര്യം ഒന്നേ ഒന്നുള്ളൂ. അതായത് അവിടെ നിന്ന് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂണിഫോം ആക്സിലറേഷൻ വെച്ചിട്ടാണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, കണ്ടാ? വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. കുഴപ്പമില്ലല്ലോ. അത് ശ്രദ്ധിക്കണേ. പോസിറ്റീവ് സ്ലോപ്പ്, അതായത് ഇൻക്ലൈൻഡ് അപ്വേർഡ്, അതായത് മേലോട്ട് ചെരിഞ്ഞിരിക്കുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോഴായിരിക്കും എന്തുണ്ടാവുക? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അടുത്ത ഗ്രാഫ് നോക്കിയാലോ. അടുത്ത ഗ്രാഫിൽ നോക്കി എങ്ങനെയാണ് ചെരിഞ്ഞിരിക്കണ? ഇത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ചെരിഞ്ഞിരിക്കുന്നത്? താഴത്തോട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴത്തോട്ട്
താഴത്തോട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ഇതിന്റെ ചെരിവ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാന്ന് ഞാൻ പറഞ്ഞു. എന്താണ് കിട്ടാന്ന് പറഞ്ഞു? ആക്സിലറേഷൻ ആണ് കിട്ടാന്ന് പറഞ്ഞു. കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അല്ലെ? ചെരിവ് പറഞ്ഞില്ല അല്ലെ? ഇതിൽ ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആക്സിലറേഷൻ ആണ് കിട്ടുക. അപ്പോ ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വന്ന ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ എന്നല്ലേ ഞാൻ പറഞ്ഞ അല്ലെ? ഇൻക്ലൈൻഡ് ആയിട്ട് അങ്ങോട്ട് അപ്വേർഡ് ഒരു ലൈൻ വന്ന യൂണിഫോം ആക്സിലറേഷൻ, ഇൻക്ലൈൻഡ് ആയിട്ട് താഴത്തോട്ട് അതായത് ഡൗൺവേർഡ് നെഗറ്റീവ് സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയാ? ഡീസലറേഷൻ. അതായത് വെലോസിറ്റി കുറയുന്ന അല്ലെ? വെലോസിറ്റി കുറയുകയാണ്. അഞ്ചാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 12.5, 10ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 10, 15ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 7.5 ആണ്. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരാണ്. വെലോസിറ്റി ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറയും. ശരിയാ, വെലോസിറ്റി ചേഞ്ച് ആയ ആക്സിലറേഷൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. ആദ്യത്തെ വെലോസിറ്റി 15, പിന്നെ 12, അങ്ങനെ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ വെലോസിറ്റി ചേഞ്ച് ആവുന്നത് കൂടാണോ ചെയ്യണേ? കൂടിയാണ് ചേഞ്ച് ആവണം? അല്ല, കുറഞ്ഞാണ് ചേഞ്ച് ആവണം. അപ്പൊ കുറഞ്ഞ് ചേഞ്ച് ആവണ ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡീസലറേഷൻ. എന്താ പറയാ? ഡീസലറേഷൻ. അപ്പൊ ഡീസലറേഷന്റെ ഗ്രാഫ് ആണ് എങ്ങനെ ഉണ്ടാവുക? വെലോസിറ്റി ടൈം ഗ്രാഫില് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ട് ഉണ്ടാവുക. കുഴപ്പമില്ലല്ല. വെലോസിറ്റി ടൈം ഗ്രാഫില് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓബ്ജക്റ്റ് ഡീസലറേഷൻ ആണ്. ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ്? വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കണം കേട്ടാ. ഇനി നേരത്തെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യമാണ്. അതായത് ഇൻ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഗീവ്സ് ഡാഷ് എന്നാണ് ഇവിടെ ഉള്ളത്. എന്താണ് സ്ലോപ്പ്? എന്താ തരാ അറിയോ? ആക്സിലറേഷൻ. എന്താ തരാ? ആക്സിലറേഷൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെ എന്ത് വരും? v മൈനസ് യു അല്ലെ? ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 minus y1 by x2 minus y2 minus y1 by x2 minus x1 എന്ന് വരൂലേടാ? അപ്പോ ഇവിടത്തെ x ആക്സിൽ x2 ഏതാണ്? t2 ആയിട്ട് എടുക്കാം. x2 t2 ആയിട്ട് എടുക്കാം തൽക്കാലം. അതുപോലെ തന്നെ x1 t1 ആയിട്ട് എടുക്കുക. y2 ഇവിടെ കൊടുത്തിരിക്കുന്നത് v ആണ്, അപ്പോൾ അത് v ആയിട്ട് എടുക്കുക. y1 ഇവിടെ കൊടുത്തിരിക്കുന്നത് u ആണ്, അപ്പൊ അത് കൊടുക്കാല. അപ്പൊ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ എഴുതി വെക്കാണ്. y2 ഇത് y1, ഇത് x1, ഇത് x2. കുഴപ്പമില്ലല്ലോ. അപ്പോ y1 എന്ന് പറഞ്ഞാൽ u ആണ്, സോറി y2 ആണ് ആദ്യം കൊടുക്കേണ്ടത്. y2 എന്ന് പറഞ്ഞാൽ v ആണ്, y1 എന്ന് പറഞ്ഞാൽ u ആണ്, പിന്നെ അതുപോലെ തന്നെ x2 എന്ന് പറഞ്ഞാൽ t2 ആണ്, പിന്നെ അതുപോലെ തന്നെ x1 എന്ന് പറഞ്ഞാൽ t1 ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കിയേ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അവസാനത്തെ വെലോസിറ്റിന്ന് ആദ്യത്തെ വെലോസിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അവസാനത്തെ വെലോസിറ്റി ആദ്യത്തെ വെലോസിറ്റി കുറച്ച് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഇതിനാണെന്ന് പറയാ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്ന് പറയാ. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി v മൈനസ് യു ആണ് എന്ത്? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം t2 മൈനസ് t1 ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ടൈം ആണ് കിട്ടുക. എത്ര ടൈം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? 20ന്ന് 10 കുറച്ചാൽ 10 ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുന്ന ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെലോസിറ്റി ചേഞ്ച് ആവണേന് എന്താ പറയാ? ആക്സിലറേഷൻ. എന്താ പറയാ? ആക്സിലറേഷൻ എന്നാണ് പറയാ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫില് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ആലോചിച്ച് വെക്കുക, ഓർത്ത് വെക്കുക, ഉറപ്പായിട്ടും എക്സാമിന് ഇത് ആവശ്യം വരും കേട്ടോ. അപ്പൊ ഇത് ഓർക്കേണ്ട കാര്യം എന്താണ്? ഇൻ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഗീവ്സ് ആക്സിലറേഷൻ. എന്താ കിട്ടുക? ആക്സിലറേഷൻ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലം തരുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതായത് ഇവിടെ വാല്യൂസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വി യു ഒക്കെ ഞാൻ കൊടുത്തില്ലേ, അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. y2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അതുപോലെ തന്നെ y1 എന്ന് പറഞ്ഞാൽ എത്ര? 5 ആണ്. അപ്പൊ 10 മൈനസ് 5 എന്ന് കൊടുത്തു, കുഴപ്പമില്ലല്ല. അതുപോലെ തന്നെ t2 മൈനസ് t1 കൊടുക്കുക. എത്ര? t2 മൈനസ് t1 20 മൈനസ് 10 കൊടുക്കുക, കുഴപ്പമില്ല, യാതൊരു പ്രശ്നവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വാല്യൂസ് ഇതുപോലെ ഗ്രാഫിൽ തന്നിട്ടുണ്ടാവും, അതെടുത്ത് കൊടുത്താൽ മതി കേട്ടാ. അപ്പൊ ഞാനിവിടെ വിയും യു ഒക്കെ വെച്ച് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഒരു പ്രൂഫ് ആയിട്ട്, അതായത് പ്രൂഫ് ആയിട്ട് കാണിച്ചു തന്നാണ് എന്ത്?
അതായത് സ്ലോപ്പ് കണ്ടുപിടിച്ച ആക്സിലറേഷൻ കിട്ടും എന്നുള്ള ഒരു പ്രൂഫ് ആയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ളത് അല്ലെ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. ഈ ടൈമിനൊന്ന് ഇപ്പുറം കൊണ്ടുപോയി ഡിവിഷൻ ആയ ടൈം അപ്പുറം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. ഇൻറ്റു ആയിട്ട് മാറും. അപ്പോ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? അപ്പോ നിങ്ങ ഇത് ഒരു ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഗ്രാഫാണ് ഇത് തന്നിക്കണത്. ഓക്കെ, അതിൽ ഞാൻ 6ാമത്തെ സെക്കൻഡ് വരെ എടുത്തു. കുഴപ്പമില്ലല്ലോ? 6ാമത്തെ സെക്കൻഡ് വരെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഏരിയ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഏരിയ എടുക്കുമ്പോൾ ഇതൊരു എന്താണ്? റെക്റ്റാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഇത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താ? റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇത് ഞാൻ ബ്രെഡ്ത്ത് ആക്കി എടുക്കുന്നു. കുഴപ്പമില്ലല്ലോ? ഇത് ഞാൻ എന്താക്കി എടുക്കുന്നു? തൽക്കാലം ഇത് ഞാൻ ബ്രെഡ്ത്ത് ആക്കി എടുക്കുന്നു. ഈ ലൈൻ ഇട്ടാ ഇത് ഞാൻ ബ്രെഡ്ത്ത് ആക്കി എടുക്കുന്നു. ഇത് ഞാൻ എന്താക്കി എടുക്കുന്നു? ലെങ്ത് ആക്കി എടുക്കുന്നു. കുഴപ്പമില്ലല്ലോ? അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തു. അപ്പൊ നോക്കിയേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈം ആണ്. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ടൈം ആണ്, ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വെലോസിറ്റി ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വെലോസിറ്റി ആണ്. ശരിയല്ലേ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതല്ലേ ബ്രെഡ്ത്ത്? ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ടൈം ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ വെലോസിറ്റി നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? L ആയിട്ടാണ് എടുക്കുന്നത്. ആണോ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അതായത് അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് വരാം. അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് വരാ? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന ലെറ്റർ ആണ് S ഇട്ട. അപ്പൊ അതാണ് S കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചാൽ, ആ ഒബ്ജക്റ്റിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ, അവിടുത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും കേട്ടാ. ഓർത്ത് വെക്ക, ഇത്രയും കാര്യങ്ങളുണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതും, അവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്നത് റെസ്റ്റിലായിരിക്കും. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ ഉണ്ട്. വീഡിയോ റിവൈൻഡ് ചെയ്ത് കണ്ട് പഠിക്കാട്ടാ. അപ്പൊ നോക്കിയേ, ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ മറക്കരുത്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ ഒക്കെ കാണാൻ പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് അവിടുത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടുത്തെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ അത് ഇവിടുത്തെ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇവിടുത്തെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കേണ്ടാവുക. ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. 20 × 6 വരുമ്പോൾ എത്ര വരും? 20 × 5 100, 6 വരുമ്പോൾ 120. അതാണ് ഇവിടുത്തെ എന്ത് വരാ? ഡിസ്പ്ലേസ്മെന്റ് വരാ. 120 മീറ്റർ. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് വീഡിയോ കണ്ട് പഠിക്കുക. അപ്പൊ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ചാനൽ തന്നെ ചോദിക്കുക, വീഡിയോയിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഇതിന്റെ നോട്ടൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നോട്ട് ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യുക? എല്ലാവരും നോട്ടൊക്കെ ആവശ്യമുള്ളവർ കറക്റ്റ് ഇതേ സ്ലൈഡിന്റെ നോട്ടാണ്. അപ്പൊ എല്ലാവരും ആവശ്യമുള്ളവർ അതൊക്കെ എടുക്കുക. ഓക്കെ, അപ്പൊ ഇനിയും വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.